ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്നിൽ കൂടുതൽ വർഷത്തെ 3 വർഷത്തെ എന്താണ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇതിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യാനുണ്ട്. ബാലൻസ് ഷീറ്റ് എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ, എക്സാമിന് ഉണ്ടാവാറില്ല. എന്നാലൊന്ന് മനസ്സിലാക്കാന്നുള്ള രീതിയിലാണ് ബാലൻസ് ഷീറ്റ് എടുക്കുന്നത്. ഇതിലെ ബാലൻസ് ഷീറ്റ് ഒരിക്കലും എക്സ്ട്രാക്ട് മാത്രമായിരിക്കും, ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് ചെയ്യാനുള്ള ഡാറ്റ ഒരിക്കലും തരൂല, ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പം ഉള്ളത് എങ്ങനെ ചെയ്യാം? എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഉള്ളത് ഒപ്പിച്ച് ചെയ്യാന്നുള്ളതാണ്. അതായത് ആകെ ഈ കോൺട്രാക്ട് റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എഴുതുക എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇതിൽ നമ്മൾ ചെയ്യാനുണ്ടാവുള്ളൂ. കാരണം ബാക്കി ഡാറ്റ, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ക്യാപിറ്റൽ, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഫുൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ അത് നോക്കുക. അതിനുശേഷം കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട തിയറി പറയും. അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടിന്യൂ അല്ലേ? ഓക്കെ അല്ലേ? തുടങ്ങാം സാർ. ഓക്കെ. The information given under has been extracted from the books of a contractor relating to contract for rupees 3,75,000. 3,75,000 രൂപയുടെ ഒരു കോൺട്രാക്ട് ആണ്. ഓക്കെ, എന്നിട്ട് മെറ്റീരിയൽ ഓരോ വർഷം മെറ്റീരിയൽ എത്രത്തോളം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്, പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ വേജസ് എന്നുള്ള രീതിയിൽ എത്ര വന്നിട്ടുണ്ട്, ടോട്ടൽ വർക്ക് സർട്ടിഫൈഡ് ഓരോ വർഷത്തെയും ക്യുമുലേറ്റ് ചെയ്ത് പോകുന്ന വർക്ക് സർട്ടിഫൈഡ് തന്നിട്ടുണ്ട്, അൺസർട്ടിഫൈഡ് തന്നിട്ടുണ്ട്. ഓക്കെ, വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടുണ്ട്, പ്ലാന്റിന്റെ വാല്യൂ ഓപ്പണിംഗിലുള്ള 5,000 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഡാറ്റ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വർഷത്തെയും ഡാറ്റ. ഇനി വാല്യൂ ഓഫ് ദ പ്ലാന്റ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ വാസ് 4,000. അതായത് ഒന്നാമത്തെ വർഷത്തിന്റെ അവസാനത്തിൽ വാല്യൂ ഓഫ് പ്ലാന്റ് എത്രയാണ്? 5,000 ഉണ്ടായിരുന്ന പ്ലാന്റ് എത്രയായി മാറി? 4,000 ആയി മാറി. ഓക്കെ, അത് മനസ്സിലാക്കാം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ ആയപ്പോൾ അത് 2,500 ആയി മാറിയിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ ഇത് എത്രയാണ്? 1,000 രൂപയാണ്. ഓക്കെ, ഒന്നാം വർഷം തുടങ്ങുന്നത് 5,000 തുടങ്ങി, പിന്നെ 4,000 ആയി, പിന്നെ 2,500 ആയി, പിന്നെ 1,000 ആയി. ഇതാണുള്ളത്. ഇറ്റ് ഈസ് കസ്റ്റമറി ടു പേ 90% ഇൻ ക്യാഷ് ഓഫ് ദ എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡിന്റെ 90% ആണ് എന്ത് ചെയ്യല്, ക്യാഷ് കൊടുക്കുക. അതാണ് ഒരു കസ്റ്റമറി ആയിട്ട് ആചാരപ്രകാരം അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു കൺവെൻഷണൽ പ്രാക്ടീസ് അനുസരിച്ച് ചെയ്യുന്നത്. ഒരു 90% ആണ് വർക്ക് സർട്ടിഫൈഡിന്റെ 90% കൊടുക്കുന്നുള്ളതാണ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണോ അതിന്റെ 90%. പ്രിപ്പയർ എ കോൺട്രാക്ട് അക്കൗണ്ട് ആൻഡ് ഷോ ഹൗ ദ ഫിഗേഴ്സ് വുഡ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ഈ ഫിഗേഴ്സ് ഒക്കെ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യാനൊന്നുമില്ലടാ. ആ വർക്ക് സർട്ടിഫൈഡ് ബാലൻസ് ഷീറ്റിന്റെ സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ബാലൻസ് ഷീറ്റ് എടുക്കുക, ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതുക. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഏതാ? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂടി കൂടുന്നതാണ്. അത് എഴുതിയതിനു ശേഷം ക്യാഷ് റെസീവ്ഡ് കുറക്കുക. അത്രേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വർക്ക് മീൻസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ. ഓക്കെ, അത് നമുക്ക് നോക്കാം. നമുക്ക് ഇത്രയും ഡാറ്റകൾ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതോടുകൂടി കോൺട്രാക്ട് അക്കൗണ്ട് തീരും. നിങ്ങൾ മനസ്സിലാക്കുക, കോൺട്രാക്റ്റും പ്രോസസ്സും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ഇത്രയും ഏരിയ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് കിട്ടുന്ന മാർക്ക് നിങ്ങൾക്ക് കോൺട്രാക്റ്റിന്നും അതുപോലെ തന്നെ പ്രോസസ്സൊന്നും കിട്ടും എക്സാമില്. ഇനി നമ്മളൊരു ബജറ്റും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ അവസാന ഏരിയ ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് നമ്മളൊരു ABC അനാലിസിസ് നടത്തുമ്പോൾ, ABC അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാനുള്ളത് ഈ A കാറ്റഗറിയിൽ വോളിയം വെച്ച് നോക്കുമ്പോൾ വോളിയം വൈസിൽ ഈ സിലബസിന്റെ ഒരു 20% ഉള്ളൂ. പക്ഷെ മാർക്ക് വൈസിൽ ഏകദേശം ഒരു 40-45% ഉണ്ട്. മാർക്ക് 50 തന്നെ പറയാം. ഈ ഏതൊക്കെ ഏരിയയാണ് ഞാൻ പറയുന്നത്? പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഇത് രണ്ടും തന്നെ മെയിൻ. ഇനി ഇതിലേക്ക് സർവീസ് കോസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം കവർ ചെയ്യാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം
ഇത് സിലബസിന്റെ നല്ലൊരു ഭാഗം കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, തിയററ്റിക്കൽ ആസ്പെക്റ്റിലൊക്കെ. എന്നാൽ ഒരുപാട് കൺസെപ്റ്റ് ഇല്ലാണ്. ഇപ്പൊ നിങ്ങൾ ലാബർ അല്ല മെറ്റീരിയൽ ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. തിയറി ആസ്പെക്റ്റും പഠിക്കാനുണ്ട്, പ്രോബ്ലം ആസ്പെക്റ്റിൽ പഠിക്കാനുണ്ട്. പ്രോബ്ലം ആസ്പെക്റ്റിൽ എന്തൊക്കെയുണ്ട്? പ്രോബ്ലം ആസ്പെക്റ്റിൽ മിനിമം നമുക്ക് എന്താണ് EOQ കാൽക്കുലേഷൻ പോലുണ്ട്, പിന്നെ ലെവൽസ് കാണാനുണ്ട്, അവിടെ കുറെ ഇക്വേഷൻ പഠിക്കാണ്ട്, പിന്നെ ഫിഫോ മെത്തേഡും ഡിഫോ മെത്തേഡും, അത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, സിമ്പിൾ ആവറേജ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വെവ്വേറെ കൺസെപ്റ്റാണ്. ഇതിലൊക്കെ കൺസെപ്റ്റ് ഒന്നാ, ആ കൺസെപ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്താൽ കിട്ടും. വെവ്വേറെ കൺസെപ്റ്റ് പഠിക്കാൻ ഒരുപാട് ഉള്ളതില്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഞാൻ ഈ ക്ലാസിന്റെ ഇടയിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു പറയുന്നത്, നിങ്ങൾ നല്ലപോലെ കൺസെപ്റ്റ് സെറ്റ് ആക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഈ 2 ചാപ്റ്ററിന് മിനിമം നിങ്ങൾക്ക് ഒരു 80 ഒരു 30 റേഞ്ചിൽ മാർക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അത് നല്ലപോലെ ശ്രദ്ധയിൽ ഉണ്ടാവുക. തിയറിയും രണ്ടും കൂടെ കൂടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് വരാം. ഒന്നാമത്തെ വർഷത്തിന്റെ ഡാറ്റ നോക്ക്. മെറ്റീരിയൽ ഇങ്ങനെ ഞാൻ ഈ ടിക്ക് ചെയ്യുന്നത് അതുപോലെ അവിടെ ഉണ്ടാവും. ഓക്കെ, വർക്ക് സർട്ടിഫൈഡ് അവിടെ വരണം, ക്രെഡിറ്റ് സൈഡിൽ വരണം, പ്ലാന്റ് അവിടെ വരണം, ഡെബിറ്റ് സൈഡിൽ വരണം, പിന്നെ പ്ലാന്റ് അറ്റ് ദ എൻഡ് ഈ വാല്യൂ അവിടെ വരണം. ഇത്രയും കാര്യങ്ങൾ വന്നിണോ നോക്കുക. 45,000 ഇല്ലേ വന്നിട്ടുണ്ട്, 1750 വന്നിട്ടുണ്ട്, 750 വന്നിട്ടുണ്ട്, 4250, 42,500 വന്നിട്ടുണ്ട്, പ്ലാന്റിന്റെ 5000 വന്നിട്ടുണ്ട്, പ്ലാന്റിന്റെ ഈ ഒരു കാര്യം 40,000 വന്നിട്ടുണ്ട്, വർക്ക് സർട്ടിഫൈഡ് 87,500 വന്നിട്ടുണ്ട്. ഇത്രയും ഡാറ്റ വന്നു. ഇനി സ്വാഭാവികമായിട്ടും ടോട്ടൽ ഇപ്പൊ ഇവിടെ വരുന്ന എത്രയേ ഉള്ളൂ? 81,500 ഉള്ളൂ. അല്ല സോറി, 91,500 ഉള്ളൂ. ഇവിടെ ഇതും എല്ലാം കൂടെ വരുമ്പോ ടോട്ടൽ എത്ര ഉണ്ട്? 95,000 വരുന്നുണ്ട്. അപ്പൊ 95,000 91,500 കുറച്ച് കഴിഞ്ഞാൽ 3,500 നമുക്ക് ലോസ് ആണ്. ഒന്നാമത്തെ ഇയറിലെ കോൺട്രാക്ട് അക്കൗണ്ട് ഓക്കെ ആണോ അല്ലേ? കൺഫ്യൂഷൻസ് ഉണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ ആണ്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന നിങ്ങളെ ചടപ്പിക്കാനല്ല കേട്ടോ. നിങ്ങൾ ഒന്നും ഒരു ഇതുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. എന്നാലും ഞാനിത് എടുക്കുമ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതിലിങ്ങനെ ഇത് പറഞ്ഞു തന്നെ പറയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവരുത്. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ജയിക്കുക എന്നുള്ളതും ഇന്ത്യയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കാം. എക്സാം മിനിമം നമുക്കൊരു 60 മാർക്കിലേക്കെങ്കിലും എത്തണം. എക്സാമിന് 80 മിനിമം. ഓക്കെ, ഇതിൽ MCQ ഉണ്ടാവാറില്ലേ? അതിന്റെ കാര്യം നിങ്ങൾ MCQ എങ്ങനെ, അതൊന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ റെക്കോർഡ് ഒന്ന് ഓഫ് ആക്കുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട് കഴിഞ്ഞല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഓപ്ഷൻസ് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ഓപ്ഷൻസ് മാറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടൂല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, എല്ലാത്തിന്റെ ഓപ്ഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ചില സമയത്ത് ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും പഠിക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓപ്ഷൻ മാത്രം ആൻസർ ചെയ്താൽ മതി. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടു. നിങ്ങൾ ഒരു 4 തവണ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഓപ്ഷൻസ് മാത്രം, ആൻസറിന്റെ ഓപ്ഷൻസ് മാത്രം പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യങ്ങൾ വായിക്കാനേ പാടില്ല. ഒന്നിൽ കൂടുതൽ തവണ ഒരേ ഓപ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും ആൻസറും പഠിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. നിങ്ങൾ ആകെ 4 ദിവസം പോലും ഇതുമേ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഒന്ന് ട്രൈ ചെയ്തിട്ട് ബെനിഫിഷ്യൽ ആണോ അല്ലേ എന്നൊന്ന് പറയണ്ടേ കേട്ടോ. ഞാനിത് വർക്ക്ഔട്ട് ചെയ്തിട്ട് എനിക്ക് പ്രാക്ടീസ് ആയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 150 തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതില് MCQ സബ്ജക്റ്റില്. ട്രൈ ചെയ്തിട്ടൊന്ന് പറയുന്നുണ്ട്. ഞാൻ ഡിസ്റ്റൻസ് ആയ കുട്ടികൾക്ക് എടുത്ത സമയത്ത് അവർ വർക്ക്ഔട്ട് ചെയ്തിട്ട് അവർക്കും ഇത് ബെനിഫിഷ്യൽ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ 20 അത്യാവശ്യം എന്താണ് ക്രൂഷ്യൽ സാധനം തന്നെയാണ്. 20-ൽ 20 കിട്ടിയാൽ പിന്നെ 80-ൽ 16 കിട്ടിയാൽ മതി ജയിക്കാൻ. അതൊക്കെ ഒന്ന് 200 ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ ഉള്ളൂ നമുക്ക്. ഒന്ന് ഓക്കെ, ഞാൻ ഇനി അടുത്ത 1-ാം വർഷം നമ്മൾ കഴിഞ്ഞു. ഇതിൽ ലോസ് ആണ്. ലോസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പിന്നെ എന്ത് കാണേണ്ടതില്ല. നോഷണൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. എത്ര കംപ്ലീറ്റ് ചെയ്തത്, ആ കംപ്ലീറ്റ് ചെയ്തത് 25% താഴെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഒന്നും കാണിക്കൂല. 25ന്റെ മുകളിലാണ്, 50ന് താഴെയാണ് 1/3 ഓഫ് നോഷണൽ പ്രോഫിറ്റ് എന്നുള്ള രീതി ചെയ്യും. അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ഈ 1-ാമത്തെ അക്കൗണ്ട് എല്ലാവർക്കും ഓക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് 2-ാമത്തേലേക്ക് പോവാം. 2-ാമത്തേന്റെ ഡാറ്റ നോക്കാം. 2-ാമത്തേൽ എന്താ ഡാറ്റ? 2-ാമത്തേല് മെറ്റീരിയല്
ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ്, വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ പ്ലാന്റ് അറ്റ് ദ എൻഡ് എന്താണ് ഒന്ന് വരുന്നത്, രണ്ടാം വർഷം കഴിയുമ്പോൾ എന്താ വന്നത് 2500 മാറിയിട്ടുണ്ട്. ഒന്നാം വർഷം കഴിഞ്ഞപ്പോൾ 4000 ആണ്. അത് നല്ലപോലെ മനസ്സിലുണ്ടാവുക, നോക്കാം. അപ്പൊ നമുക്ക് ഒന്നാമത്തത് ശ്രദ്ധിക്കുക, വർക്കിംഗ് പ്രോഗ്രസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവല്ലേ, അതുകൊണ്ട് തന്നെ ഈ വർക്ക് സർട്ടിഫൈഡ് ഇങ്ങോട്ട് വരണം. അതുപോലെ തന്നെ പ്ലാന്റ് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. ഇനി മെറ്റീരിയൽ അറ്റ് സൈറ്റ് പോലത്തെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, വരണം. ഈ കാര്യങ്ങൾ ഇത് ഓക്കെ ആണോ അല്ലേ എന്ന് പറയും. ഈ രണ്ട് ട്രാൻസാക്ഷൻസ് എടുത്തത് ഓക്കെ ആണോ അല്ലേ, എവിടുന്ന് വന്നു, ഇവിടുന്ന്. അതുപോലെ ഇത് ക്ലോസിംഗ് ബാലൻസ് പോലെയുള്ളതല്ലേ, അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. ഇനി മെറ്റീരിയൽ അറ്റ് സൈറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം വരണം. ഇപ്പൊ പ്ലാന്റ് 5000 ഉള്ളത് ഇവിടെ എന്താ ഇത് 4000 ആയിട്ടുണ്ട്. അപ്പൊ ഇനി 4000 ഉള്ളത് ഇപ്പുറത്ത് 2500 ആകുമ്പോൾ അതിന്റെ എഫക്ട് കിട്ടണമെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇവിടെ 4000 വരണം. പിന്നെ കോസ്റ്റ് എന്നുള്ള രീതിയിൽ വർക്ക് സർട്ടിഫൈഡ് ഫുള്ള് ചെയ്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് സർട്ടിഫൈഡ് വന്നാലേ അതിന്റെ ഈ വർഷത്തെ ലെവൽ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. കഴിഞ്ഞത് ഡെബിറ്റ് സൈഡിൽ വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോട്ടൽ പടയുമ്പോൾ ഈ രണ്ടാമത്തെ വർഷത്തിന്റെ കോസ്റ്റും കാര്യങ്ങളും മാച്ച് ആവുള്ളൂ. ഇത്രയും പറഞ്ഞത്, അതായത് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ, ഒന്ന് കമന്റ് ചെയ്യും. ഓപ്പണിംഗ് ബാലൻസിൽ കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. ഇനി നമ്മുടെ എല്ലാ എക്സ്പെൻസസും 55, 6250, 1000, 57 ഇതൊന്നും നോക്കുക. 55000 മെറ്റീരിയൽ 55000 ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് 6250, ഇൻഡയറക്റ്റ് 1000, വേജസ് 57500. വേജസ് 57500 തന്നെയല്ലേ, വേജസ് 57500. ഇനി ടോട്ടൽ വർക്ക് സർട്ടിഫൈഡ് 2,82,500. ആ 2,82,500 വർക്ക് അൺസർട്ടിഫൈഡും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി വേണ്ടത് എന്താ, മെറ്റീരിയൽ ഇതിന്റെ വാല്യൂ അറ്റ് ദ എൻഡ് എത്ര 2500 ആണ്. അത് ഇവിടെ ക്രെഡിറ്റ് സൈഡ് വരണം. എന്തിന്റെ, പ്ലാന്റിന്റെ. തുടങ്ങിയപ്പോ 5000 ഉണ്ട്, അത് ഈ വർഷം അവസാനിച്ചപ്പോ 4000 വന്നാണ്. അപ്പൊ ഈ വർഷത്തിന്റെ ഓപ്പണിംഗിൽ ആ 4000 എന്ത് ചെയ്തു, ഡെബിറ്റ് സൈഡിൽ വന്നു. ക്ലോസിംഗിൽ 2500 വരണം. ഇനി അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ ഈ 2500 വീണ്ടും ഓപ്പണിംഗിൽ വരും. എന്നിട്ട് അവിടെയുള്ള ക്ലോസിംഗ് എത്ര, 1000 അല്ലേ, ആ 1000 വരും. ആ രീതിയിൽ ഉണ്ടാവും, നോക്കാം. ഈ വർക്ക് സർട്ടിഫൈഡ് ആ എമൗണ്ട് ടോട്ടൽ എടുത്തിട്ടു. അതുപോലെ തന്നെ പ്ലാന്റിന്റെ 2500 ഇട്ടു. എന്നിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഈ സൈഡിൽ എത്ര ഉള്ളത്, 290 ഉണ്ട്, 2,90,000 ഉണ്ട്. ഇവിടെ 2,90,000 87,500, 4000, 55,000, 6,250, 1000, അതുപോലെ തന്നെ 57,500 കുറക്കുമ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് ആയിട്ട് 78,750 ഉണ്ട്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഞാൻ സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഇതാക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് തന്നെയല്ലേ എന്ന് എഴുതിയോണ്ടാണ് കുറച്ചൊന്ന് കമ്പാരിറ്റീവ്ലി സ്പീഡ് ആക്കുന്നത്. ഓക്കെ ഓക്കെ ശരി ശരി. സ്പീഡ് ആണെങ്കിൽ കൂടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നോഷണൽ പ്രോഫിറ്റ് എന്താ, ഇങ്ങോട്ട് പോകുന്നു 78,750. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ, നമുക്ക് നോഷണൽ എന്തെങ്കിലും പറഞ്ഞോ ആരെങ്കിലും ഇല്ല, ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്, 2,82,500 ആണ്. 2,82,500. നമ്മളെ കോൺട്രാക്ട് പ്രൈസ് എത്ര, 3,75,000 ആണ്. 3,75,000 ആണ്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ കിട്ടും. പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണ്, എന്തായാലും 50% മുകളിലാണ് അല്ലെ. 4 ലക്ഷത്തോളം അടുക്കുന്നുണ്ട്. എന്തായാലും 90% നിയറസ്റ്റ് ടു കംപ്ലീഷൻ എന്ന് പറയാനും വയ്യ. അതുകൊണ്ട് തന്നെ 2,82,500 50% മുകളിലാണെന്ന് ഉറപ്പാണ്. കാരണം എന്താ, 2 ലക്ഷത്തിന്റെ മേലെ ചാടുമ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പൊ ആ 50% മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണുക, 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്യണം അല്ലെ. ക്യാഷ് റിസീവ്ഡ് എത്ര, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 90% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണ്. വർക്ക് സർട്ടിഫൈഡ് എത്ര, വർക്ക് സർട്ടിഫൈഡ് 2,82,500. അപ്പൊ ഈ 2,82,500ന്റെ 90% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ 90% ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എടുത്തിട്ടതാണ്. ശരിക്ക് നമ്മൾ എന്ത് ചെയ്യും, 2,82,500 ഇൻറ്റു 90 ഡിവൈഡ് ബൈ 100 ചെയ്തൊരു ഫിഗർ കാണും അല്ലെ. അതുകൊണ്ട് തന്നെ അതിന് പകരം ഇത് ഇങ്ങനെ എടുത്തിട്ടാലും മതി. അതുകൊണ്ടാണ് 90 ഡിവൈഡ് ബൈ 100 ചെയ്തത്. ഇങ്ങനെയാണ് 47,250 വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഈ ഒരു എമൗണ്ട് പറഞ്ഞേ, 2,82,500ന്റെ 90% ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ.
2,54,250 ആണോ? അങ്ങനെ തന്നെ കിട്ടണേ. 2,54,250 ഡിവൈഡ് ബൈ 2,82,500 പിന്നെ ഇൻറ്റു എന്ത് വരും? 78,750 വരും. ഇവിടെ 2/3 വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് 47,250 എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷം ക്ലോസ് ചെയ്യണം. 78,750 ഇങ്ങോട്ട് വന്നു. ബാലൻസ് ഈ 2/3 ചെയ്ത് കഴിഞ്ഞാൽ ഇനി 1/3 അത് എന്താണ്? 31,500. 31,500 WIP റിസർവിലേക്ക് പോകണം. WIP റിസർവ്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഒന്ന് കമന്റ് ബോക്സിൽ വരട്ടെ. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. എല്ലാവരും ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാണ്. ഇനി നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാം വർഷം, രണ്ടാം വർഷം, ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ് ഷീറ്റ്. ഇതിൽ ഫുള്ള് കിട്ടൂല കേട്ടോ, അതൊന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര? 87,500. 87,500 എവിടുന്ന കിട്ടിയേ? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? വർക്ക് സർട്ടിഫൈഡ് ഇതിലുള്ളൂ. വർക്ക് അൺസർട്ടിഫൈഡ് ആ വർഷമല്ല, അതുകൊണ്ട് വർക്ക് സർട്ടിഫൈഡ് മാത്രം എടുത്ത് എഴുതി. 87,500. ഈ 87,500 വർക്ക് സർട്ടിഫൈഡിന്റെ 90% ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അപ്പൊ 90%, 87,500 90% കാണുക. 87,500 90% എത്ര? 87,500 ഇൻറ്റു 90% കാണുക. 90%. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 78,750 കിട്ടും. 78,750. ഈ 78,750 കുറച്ചിട്ട് ബാലൻസ് ആണ് ഇവിടെ വരേണ്ടത്. കാരണം എന്താ? ഇയാള് കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇത്രയും വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി ക്യാഷ് കിട്ടി, ഇത്ര കിട്ടി. അപ്പൊ ഇനി കിട്ടാൻ എത്രയേ ഉള്ളൂ? 8,750 ഉള്ളൂ. ആ കിട്ടാനുള്ള വാല്യൂ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? കൊടുക്കണുള്ളൂ. പിന്നെ പ്ലാന്റിന്റെ വാല്യൂ എത്ര ഉണ്ട്? 4,000 ഉണ്ട്. ഇത് രണ്ട് നമുക്കിപ്പോ ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാനുള്ളൂ? എഴുതാനുള്ളൂ. ഇത്രേ ഉള്ളൂ ഒന്നാമത്തെ വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാന്? ബാലൻസ് ഷീറ്റിൽ എഴുതാന്. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത്? ഒന്നാമത്തെ ആകെയുള്ള ഡാറ്റ വെച്ചിട്ടാ ചെയ്യുന്നത്. എന്താ ഉള്ളത്? വർക്കിംഗ് പ്രോഗ്രസും ക്യാഷ് റിസീവ്ഡ്. വർക്കിംഗ് പ്രോഗ്രസ് ക്യാഷ് റിസീവ്ഡ് കുറച്ച് എന്താ? വർക്കിംഗ് പ്രോഗ്രസ് ആദ്യത്തിലേക്ക് കിട്ടാനുള്ള വിലയാണ്, ഡെറ്റർ പോലെ കാണുക. അതിന്ന് ക്യാഷ് കിട്ടി, അപ്പൊ ബാലൻസ് അല്ലേ ഇനി കിട്ടാനുള്ളൂ, അത് എഴുതി. പ്ലാന്റ് പിന്നെന്താണ്? അസറ്റ് ആണ്, ആ രീതിയിൽ. ഇനി സെക്കൻഡ് ഇയറിൽ വരിക വർക്കിംഗ് പ്രോഗ്രസ്. അതിലെന്താ വന്നത്? വർക്ക് സർട്ടിഫൈഡ് മാത്രമല്ല വരിക. നോക്കട്ടോ, വർക്ക് സർട്ടിഫൈഡ് മാത്രമാണോ വരുന്നത്? അല്ല. 2,82,500 പിന്നെ വർക്ക് അൺസർട്ടിഫൈഡും അയാൾക്ക് എന്താണ്? അയാളെ ചെലവാണ് അല്ലെ. അപ്പൊ അത് ടോട്ടൽ എന്ത് ചെയ്യാ? 2,87,500. നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി 2,87,500 ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ 2,87,500 എന്ത് ചെയ്യാ? എഴുതുക. ഇനി ശ്രദ്ധിക്കുക, ക്യാഷ് റിസീവ് ചെയ്തത് എത്രയാണ്? നമ്മളിപ്പോ കണ്ടു. അത് വർക്ക് സർട്ടിഫൈഡിന്റെ എത്ര ഉള്ളൂ? 90% ഉള്ളൂ. 2,82,500 90% വരുള്ളൂ. വർക്ക് അൺസർട്ടിഫൈഡിന് ഇല്ല. അത് കുറച്ചിട്ടു ബാലൻസ് 33,250. ഈ 33 വീണ്ടും ശ്രദ്ധിക്കുക, ഈ 33,250 റിസർവ് ആയിട്ട് എന്ത് മാറ്റി വെച്ചിട്ടുണ്ട്? 31,500 മാറ്റി വെച്ചിട്ടുണ്ട്. 31,500 മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കുറച്ചിട്ട് ബാലൻസേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വർക്ക് സർട്ടിഫൈഡും പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. അതിനുശേഷം ക്യാഷ് എത്രയാണോ കിട്ടിയത് അത് കുറക്കുക. ക്യാഷ് കിട്ടിയത് എത്ര? വർക്ക് സർട്ടിഫൈഡിന്റെ 90% ആണ്. അത് കുറക്കുമ്പോൾ 33,250. ഇതിൽ നിന്നും വീണ്ടും ശ്രദ്ധിക്കുക, ഇതിൽ നിന്നും റിസർവ് ആയിട്ടുള്ള 31,500 കുറച്ചിട്ടുള്ള ബാലൻസേ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുള്ളൂ? എഴുതുള്ളൂ. ഓക്കെ, റെഡി? കമന്റ് ബോക്സിൽ വരിക. പിന്നെ പ്ലാന്റ് 2,500. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കാര്യങ്ങളൊന്നും കമന്റ് ചെയ്യാം. റിസർവ് കുറക്കണം എന്ന് മനസ്സിലാക്കുക. റിസർവ് കുറക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, കമന്റ് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇത്രയും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വർഷത്തേക്ക് വരാം. അതിന് മുന്നായിട്ട് മൂന്നാമത്തെ വർഷത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ വർഷത്തേക്ക് വരുമ്പം നല്ല പോലെ ശ്രദ്ധിക്കുക.
ഈ നമ്മളെടുത്തുള്ള ഡാറ്റകൾ ആദ്യം നോക്കുക. കണ്ടന്റുകൾ നല്ലപോലെ മനസ്സിലാവണേ. ചില കാര്യങ്ങൾ ബ്രോഡ് ഓണും ക്യാരി ഡൗണും ചെയ്തിടാനുണ്ട്. അപ്പൊ കണ്ടന്റ് നല്ലപോലെ മനസ്സിലാക്കുക എന്തൊക്കെയുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ഫിഗർ. 31,500, 2,250, 42,500. വർക്ക് സർട്ടിഫൈഡ് 3,70,75,000 അതിന്റെ വാല്യൂ. വർക്ക് അൺസർട്ടിഫൈഡ് ഒന്നുമില്ല. ഓക്കെ, 3,70,75,000 കംപ്ലീറ്റ് ആയില്ലേ? കോൺട്രാക്ട് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ നോക്കുക. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് പ്രോഫിറ്റിലേക്ക് കാണാൻ പറ്റും. കാരണം കോൺട്രാക്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നിയറസ്റ്റ് കംപ്ലീഷൻ അല്ല, ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നോക്കുക എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മുടെ ഫിഗറിൽ ആദ്യം ഡെബിറ്റ് സൈഡ് നോക്കുക. ഇവിടെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2,87,500 ഉണ്ടല്ലോ, അതായത് ഈ എമൗണ്ട്, അതേപോലെ തന്നെ ഈ 2,500 അത് അതുപോലെ ഇങ്ങോട്ട് വന്ന് കണ്ടോ, 2,87,500ഉം 2,500ഉം. ഈ രണ്ടും ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ പെട്ടെന്ന്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? വർക്കിംഗ് പ്രോഗ്രസ് നേരത്തെ ക്വസ്റ്റ്യനിൽ വന്ന പോലെ തന്നെ ഇതെന്താ? വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ്. ഇതെന്താ? പ്ലാന്റിന്റെ ബാലൻസ്. ഇത് ഓക്കെ ആണോ? പെട്ടെന്ന് കമന്റിൽ പെട്ടെന്ന്. യെസ് ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ, ലാബ്, ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ്, ഇത്രയും കാര്യങ്ങൾ വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വന്നു. ഇതിന്റെ കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ WIPന്റെ ഇവിടെ റിസർവ് ബാലൻസ് വെച്ചിട്ടില്ലേ? എവിടെ റിസർവ് ബാലൻസ് വെച്ചത്? ഇതാ ഈ 31,500 ഉണ്ടല്ലോ, ഈ 31,500 WIPന്റെ ഫുള്ള് നമ്മൾ എടുക്കാത്ത സാധനമാണ്, റിസർവ് ആയിട്ട് മാറ്റി വെച്ചതാണ്. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, അടുത്ത വർഷം, ഈ വർഷം WIP റിസർവ് ബാലൻസ് വെച്ചത് ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം അത് പ്രോഫിറ്റിലേക്ക് മാറ്റിയിട്ടില്ല. അത് പ്രോഫിറ്റിലേക്ക് മാറ്റണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് പോയിട്ട് വേണം. ഓക്കെ, ഇനി കോൺട്രാക്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ കോൺട്രാക്ട് പ്രൈസ് മുഴുവൻ എടുക്കുക. ഇനി വർക്ക് സർട്ടിഫൈഡ് അങ്ങനെ എഴുതണ്ട, കാരണം കോൺട്രാക്ട് കംപ്ലീറ്റ് ആണ്. ഇനി കോൺട്രാക്ട് അക്കൗണ്ട്, കോൺട്രാക്ട് പ്രൈസ് കൊടുക്കുക, പ്ലാന്റും കൊടുക്കുക, പ്ലാന്റിന്റെ ബാലൻസ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 4,07,500 ഉണ്ട്. ഇവിടെ അത് ഇത്രയും എമൗണ്ട് 4,07,500 ഈ ഫിഗറുകളെല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 41,250. ഇനി ഇവിടെ നോഷണൽ പ്രോഫിറ്റ് ഇൻഡു അങ്ങനെ ചെയ്യാൻ പോകണ്ട. കാരണം എന്താ? പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ 100 ആണ്. അപ്പൊ ഇനി ഇതുള്ളത് നമ്മുടെ ലാഭം തന്നെയാണ്. ഇനി അവിടെ കൺസർവേറ്റീസം മെത്തേഡ് അനുസരിച്ച് സെപ്പറേറ്റ് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് പെട്ടെന്ന് പറയാം. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഓക്കെ ആണോ? അല്ലേ? ഓക്കെ, ക്ലിയർ. റെഡി. ഓക്കെ, ഇനി തേർഡ് ഇയർ നോക്കാം. തേർഡ് ഇയർ വന്നപ്പം എന്താ? തേർഡ് ഇയറിൽ എന്താ ഉള്ളത്? കോൺട്രാക്ടി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,70,75,000. അതിന്ന് 2,54,250 കുറച്ചു. ബാലൻസ് കിട്ടിയോ കിട്ടിയില്ലെന്ന് നമുക്ക് അറിയില്ല, കിട്ടേണ്ടതാണ്. അതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും തരാത്തോണ്ടാണ്. 2,54,250 ഇതുവരെ കിട്ടിയ ക്യാഷ് അല്ലേ, അത് കുറച്ചിട്ട് ബാലൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടിയതിനെ പറ്റി ഒന്നും കൃത്യമായിട്ട് പറയാത്തോണ്ടാണ്. ശരിക്കും 3,70,75,000ന്റെ 90% കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും കിട്ടാനുള്ളതല്ലേ എന്നുള്ളവർക്ക് എന്ത് ചെയ്യാണ്, അവിടെ വെച്ചിട്ടുള്ളതാണ് ബാലൻസ്. പിന്നെ പ്ലാന്റ് എന്താണ്? 1,000 രൂപ. ഇതാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് കൺസ്ട്രക്ഷൻ ഫേം നോട്ട് കമ്പനി. ഇതൊന്നുമില്ല. ബാലൻസ് ഷീറ്റ് നമ്മൾ കമ്പനിന്റെ ആണെങ്കിൽ വെർട്ടിക്കൽ ഫോർമാറ്റ് ബാലൻസ് ഷീറ്റ് അല്ലേ ചെയ്യുക. ഇത് കമ്പനി അല്ലാത്തതുകൊണ്ട് സാധാ ഫോർമാറ്റിൽ ചെയ്തു. മറ്റേ നിങ്ങൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചില്ലേ? അങ്ങനെ ചെയ്യാത്തത് കമ്പനി അല്ലാത്തത് കൊണ്ടാണ്. കമ്പനി ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മളിപ്പോ നോക്കണ്ട, എക്സാമിന് നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഒന്നും വരക്കാൻ ചോദിക്കലില്ല കേട്ടോ, ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് PYQ ഒന്നും കൂടെ നോക്കും ചെയ്യാൻ സമയത്ത്. ഓക്കെ, അപ്പൊ എന്താ അവസ്ഥ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് ചോദിക്കുക. തേർഡ് ഇയറിൽ പിന്നെ WIP റിസർവ് പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് ഇത്രയും കഴിഞ്ഞ വർഷം കിട്ടിയത് അങ്ങോട്ട് കുറച്ചു, ഇത്ര ഇനി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചേക്കാണ്. ഇനി 1,000 രൂപ അങ്ങനെയും ചെയ്തു. ഓക്കെ ആണോ? അല്ലേ? ബാലൻസ് ഷീറ്റ് ഫുൾ ഉണ്ടാവില്ല പറഞ്ഞാൽ പിന്നെ ബാലൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനല്ല നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ പഠിപ്പിക്കുന്ന കോൺട്രാക്ട് അക്കൗണ്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നാ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബാലൻസ് ഷീറ്റിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അല്ലാതെ ഇതും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ 10-20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കേണ്ടി വരും. അതിനൊന്നും നേരവും സമയമില്ല. പിന്നെ ബാലൻസ് ഷീറ്റ് ടെസ്റ്റ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ല, അതിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മറ്റ് അക്കൗണ്ട്സ് ഒക്കെ വേറെ ഉണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ലെവലിലേ അത് ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല വർക്ക്ഔട്ട് ചെയ്യുക.
ഇത് എല്ലാം ഉണ്ട്. എക്സാമിന് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല, നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ കൺസെപ്റ്റ് എല്ലാം വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ഇടുന്നത്. ഈ ക്വസ്റ്റ്യങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യാട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കിംഗ് പ്രോഗ്രസ്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് കഴിഞ്ഞത് 30,000, പിന്നെ ഡാറ്റകളൊക്കെ തന്നാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ. എന്നിട്ട് സാധാ പോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അത് ചെയ്താൽ കിട്ടും. പ്രോഫിറ്റ് ടേക്കൺ ആൾറെഡി ഗിവൺ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട്, അത് ഇത് ചെയ്യുക. കോൺട്രാക്ട് അക്കൗണ്ടും വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടല്ലോ ഇവിടെ, വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും, ലാസ്റ്റ് റിസർവ് ഒന്നുമില്ല, അതുകൊണ്ട് മുഴുവൻ കിട്ടാനുള്ള രീതിയിൽ കാണിച്ചു. ക്യാഷും കിട്ടിയിട്ടില്ല എന്നാ തോന്നുന്നു, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, ചെയ്തിടാം. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പോകുന്നത് ഇനി കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. വീണ്ടും പറയുന്നു, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഈ 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസ് ആണ് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മുടെ മെറ്റീരിയലിന്റെ അത് ഇതിലുണ്ട്, മെറ്റീരിയൽ ലോസ് ഒക്കെ വരുന്ന ഈ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ എക്സാമിന് പോകുന്ന സമയത്ത് ഈ 3 ക്വസ്റ്റ്യൻ ചെയ്യാതെ നിങ്ങൾ എക്സാം ഹോളിൽ കയറരുത്. മീൻസ് തലേന്നോ ഒരാഴ്ച, എക്സാമിന്റെ ഒരാഴ്ച ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഈ 3 ക്വസ്റ്റ്യൻ എന്തായാലും പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ പ്രാക്ടിക്കൽ പ്രോബ്ലത്തില്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അത്തരം ക്വസ്റ്റ്യൻസ് ആണ്. റെഡി? ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതെന്താണ്? കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ PDF ആദ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, കോൺട്രാക്ട് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ലിക്കബിലിറ്റി, പിന്നെ അപ്ലിക്കബിലിറ്റി ജസ്റ്റ് സംസാരിച്ചു, പിന്നെ ജോബും ഇതും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, പിന്നെ പ്രോഫിറ്റും ലോസും അസർട്ടൈൻ ചെയ്യാനുള്ള കോൺട്രാക്ട് അക്കൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. അത് അതിന്റെ ഒരു ആവശ്യമില്ല. കോൺട്രാക്ട് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കുക, കംപ്ലീറ്റഡ് കോൺട്രാക്ട് ഇങ്ങനെയാണ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഇത് പറഞ്ഞിരുന്നു, ട്രീറ്റ്മെന്റ്, അത് ഒക്കെ നമ്മൾ ചെയ്ത സാധനങ്ങളാണ്. പർച്ചേസ് ചെയ്യുക, അതിന്റെ ആവശ്യമില്ല. ഇത് നോക്കുക. ഇനി ഈ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഓക്കെ, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ വർക്കിംഗ് പ്രോഗ്രസ് എന്താണ്, വർക്ക് സർട്ടിഫൈഡ് എന്താണ്, വർക്ക് അൺസർട്ടിഫൈഡ് എന്താണ്, റീടെൻഷൻ മണി എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റിന്റെ കാൽക്കുലേഷൻസിന്റെ ഡീറ്റെയിൽ നമ്മൾ എടുത്തു. സിലബസ് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ എന്തൊക്കെയുള്ളത് ഫുൾ ഫോർമാറ്റ് കണ്ടു. അതിനുശേഷം ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്, വർക്കിംഗ് പ്രോഗ്രസ് അത് അന്ന് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ചെയ്താണ് വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ടും കോൺട്രാക്ട് അക്കൗണ്ടും ഒക്കെ വരക്കുന്നത്. ബാലൻസ് ഷീറ്റ്, ഇതാ ബാലൻസ് ഷീറ്റ് കണ്ടോ, ഇതിൽ കണ്ടോ ബാലൻസ് ഷീറ്റ്, മെറ്റീരിയൽ ഇൻ ഹാൻഡ് വന്നിട്ടുണ്ട്, പ്ലാന്റ് അറ്റ് സൈറ്റ്, അതായത് ബാലൻസ് നമ്മളെ കയ്യിലുള്ള എല്ലാം വരുന്നുണ്ട്. പ്ലാന്റ് നേരത്തെ പ്ലാന്റ് മാത്രമല്ലേ ക്വസ്റ്റ്യനിലുള്ളൂ, ഇവിടെ മെറ്റീരിയൽ ബാലൻസ് ഉണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യണം, മെറ്റീരിയൽ ഇൻ ഹാൻഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആണിത്, അപ്പൊ അത് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവന്നു. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ മെറ്റീരിയൽ റിട്ടേണിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ലോസിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുമ്പോ. ഓക്കെ, ഇനി 2 or more ഇയർ എന്റേതാണ് ഇത്. 2 or more ഇയറിന്റെ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ചെയ്തത് 1 വർഷം 2 വർഷം 3 വർഷം വന്നിട്ടുള്ള മുഴുവനുള്ള ക്വസ്റ്റ്യൻ അല്ലേ, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് ഓൾറെഡി. ആ ചെയ്തതിന്റെ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എക്സ്ട്രാ കൺസെപ്റ്റ് ഒന്നുമില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. കൺസെപ്റ്റ് കാര്യങ്ങളും പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേ സാധനം തന്നെ, നിങ്ങൾക്ക് പുതിയതൊന്നും ആയിട്ടുണ്ട് ഇല്ലതില്. വർക്ക് സർട്ടിഫൈഡ് വന്നു, 1/3 ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ട് എന്നുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ 2/3 ചെയ്തു, ലാസ്റ്റ് കോൺട്രാക്ട് കംപ്ലീറ്റ് ആവുകയാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാ ചെയ്ത് ഒന്ന് വർക്ക്. ഇത് നമ്മളിപ്പോ ചെയ്യണോ, നിങ്ങളൊന്ന് പറയും. നമുക്ക് ഇപ്പൊ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ ചെയ്യാം. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് 3 ഇയേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ഇപ്പൊ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ, ഞാൻ ഏതിനും റെഡിയാ.
കമന്റ് ചെയ്താലും മതി. എന്താണ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം. എന്താണ് പറഞ്ഞു? ഞങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നാൽ അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ആക്കാം. മാക്സിമം പ്രാക്ടീസ് ചെയ്യട്ടോ. എക്സാം പല കുട്ടികളുടെയും പ്രശ്നം എന്താ വെച്ചാൽ പ്രാക്ടീസ് ചെയ്ത് റെഡി ആക്കുന്നതാണ് നമുക്ക് എക്സാം ഹോളിൽ ബെനിഫിറ്റ് ഉണ്ടാവുക കാര്യങ്ങൾ. ഇതൊന്നും സാധനങ്ങൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഓരോ സ്ഥലത്ത് തരാന്നേ ഉള്ളൂ. ട്രയൽ ബാലൻസ് തന്നാലും കൺസെപ്റ്റ് സെയിം തന്നെയാണോ. ക്രെഡിറ്റേഴ്സ്, ലാൻഡ്, ബിൽഡിങ് ഇതൊന്നും പിന്നെ അങ്ങനെ നോക്കണ്ട. മെറ്റീരിയൽ, പ്ലാന്റ്, വേജസ്, എക്സ്പെൻസ്, അപ്പൊ നമ്മൾ ഓരോന്നും ഇതേപോലെ എടുത്ത് എഴുതുക. ബാലൻസ് ഷീറ്റ് മറ്റേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലൊക്കെ ഉണ്ട്. ഓക്കെ, അത്തരം സാധനങ്ങളാണ്. അതൊന്നും പിന്നെ അത്ര ഇത് ചെയ്യണ്ട. ഇനി മോർ ദാൻ വൺ കോൺട്രാക്ട് അക്കൗണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ സബ് കോൺട്രാക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സബ് കോൺട്രാക്ട് എന്താണ്? സബ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതിന് സബ് കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്ടർ ഉണ്ട്, ഈ കോൺട്രാക്ടർ എന്ത് ചെയ്യാണ് മറ്റൊരാൾക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതിന് സബ് കോൺട്രാക്ട്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ആളാണ് സബ് കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ വരുന്നത്. സംടൈം the contractor enter into the contract with another contractor to give a portion of the work undertaken by him. ഇപ്പം കൊച്ചി മെട്രോന്റെ ഒക്കെ സമയത്ത് കൊച്ചി മെട്രോ എന്താണ് DMR അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, KMRലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത്. പക്ഷെ അതിന്റെ ഓരോ കൺസ്ട്രക്ഷൻ ഓരോ ടീമിന് കൊടുക്കും. L&T അങ്ങനെ വെവ്വേറെ ടീമിന് കൊടുക്കും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അപ്പൊ ഈ KMRൽ അതിന്റെ ഓരോ പോർഷൻ കൺസ്ട്രക്ഷന്റെ ഭാഗം, അല്ലെങ്കിൽ ഇത്ര ബീം ചെയ്യാൻ L&T, അടുത്ത ഇത്ര കൊച്ചി മെട്രോക്ക് ഇത്ര തൂണൊക്കെ ചെയ്യാണ്ടായിരുന്നല്ലോ, അപ്പൊ ബാക്കി തൂണ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടീം, ഇങ്ങനെ സബ് കോൺട്രാക്ട് ചെയ്യണതിനാണ്. അതായത് അടുത്ത കോൺട്രാക്ട് ഒരു മെയിൻ കോൺട്രാക്ടർ അതിന്റെ പോർഷൻ ഓഫ് വർക്ക് വേറെ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത് സബ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ 2 മാർക്കിൽ വരുന്ന ടേംസുകളാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ കഴിയും. ഒരു കോൺട്രാക്ടർ മറ്റേ കൊടുക്കുന്ന കോൺട്രാക്ടറാണ് സബ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. എന്താണ്? ദ കോൺട്രാക്ടർ സംടൈം ദ കോൺട്രാക്ടർ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ് വിത്ത് അനദർ കോൺട്രാക്ടർ. ഒരു മെയിൻ കോൺട്രാക്ടർ എന്ത് ചെയ്യാണ് മറ്റൊരാൾക്ക് വിത്ത് അനദർ കോൺട്രാക്ടർ ടു ഗിവ് എ പോർഷൻ ഓഫ് വർക്ക് അണ്ടർടേക്കൺ ബൈ ഹിം. ആര്? മെയിൻ കോൺട്രാക്ട് അണ്ടർടേക്കൺ ചെയ്തതിന്റെ പോർഷൻ എന്ത് ചെയ്യുക വേറെ കോൺട്രാക്ട് കൊടുക്കുന്നതിനാണ് സബ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ കൺസ്ട്രക്ടിങ് എ ഹൗസ് വർക്ക്, പ്ലംബിംഗ്, പ്ലാസ്റ്ററിങ്, പെയിന്റിങ്. അതായത് പ്ലംബിങ് നമ്മളെ ഇതൊക്കെ ചെയ്യല്ലോ, വയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ. പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ തേപ്പ്. അതുപോലെ തന്നെ പെയിന്റിങ്. ഇത്തരം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ് മേ ഗിവൻ ടു അനദർ കോൺട്രാക്ടർ, മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സബ് കോൺട്രാക്ട്. അപ്പോ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കോൺട്രാക്ടർ അക്കൗണ്ടിൽ ഈ സബ് കോൺട്രാക്ട് കൊടുത്തതിന്റെ കോസ്റ്റ് ഡെബിറ്റ് സൈഡിൽ വരണം. സബ് കോൺട്രാക്ട് കൊടുത്തതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം ഡെബിറ്റ് സൈഡിൽ വരണം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മെറ്റീരിയൽ, ലേബർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതൂലേ, അതിന്റെ കൂടെ കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അതും ഡെബിറ്റ് സൈഡിൽ വരണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സ്ട്രാ വർക്ക്. ഇത് എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്ന്. എക്സ്ട്രാ വർക്ക്. സംടൈം എ കോൺട്രാക്ടർ ഈസ് ആസ്ക്ഡ് ടു മേക്ക് അഡീഷൻസ് ഓർ അൾട്രേഷൻ ടു ബി മെയ്ഡ് ഇൻ ദ ഒറിജിനൽ വർക്ക്. അല്ലെ, നമ്മൾ വീട് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒരു സെറ്റപ്പ് ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം പിന്നെ കുറെ ആൾക്കാർ അഭിപ്രായം പറയാം, അയലോക്കത്തുനിന്നും മറ്റൊരുത്തുനിന്നും ഒക്കെ ആൾക്കാർ വരും. അങ്ങനെ അത് ആ ബീം അങ്ങോട്ട് പോയിനെങ്കിൽ നന്നായി, ഈ ബീം ഇങ്ങോട്ട് പോയിനെങ്കിൽ നന്നായി, ഇപ്പുറത്തൊരു ചെറിയൊരു കൂടും കൂടി ഇരുത്തിനെങ്കിൽ നന്നായി എന്ന് പറഞ്ഞ് വരും. അങ്ങനെ വരുമ്പോ അത് ആദ്യം പറഞ്ഞ കോൺട്രാക്ട് എക്സ്ട്രാ വർക്കാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഈ സാധനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്? ദിസ് ഈസ് അഡീഷണൽ വർക്ക്. ഇതെന്താണ്? അഡീഷണൽ വർക്കാണ് ഔട്ട്സൈഡ് ഒറിജിനൽ കോൺട്രാക്ട്. കോൺട്രാക്ടിന്റെ ഒറിജിനൽ കോൺട്രാക്ടിന്റെ പുറത്തുള്ളതാണ്. ഹെൻസ് ദ കോൺട്രാക്ടർ വിൽ ചാർജ് എക്സ്ട്രാ മണി. അതിന് സ്വാഭാവികമായിട്ടും ഇൻ അഡീഷൻ ടു കോൺട്രാക്ട് പ്രൈസ്, കോൺട്രാക്ട് പ്രൈസിനേക്കാളും എന്ത് ചെയ്യും, അതിനേക്കാളും അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് അയാൾ ചാർജ് ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞ കാര്യമില്ല, അത് ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കുറെ അഭിപ്രായങ്ങളായിരിക്കും അത്. ഇഫ് ദ എക്സ്ട്രാ വർക്ക് ഈസ് സബ്സ്റ്റാൻഷ്യൽ, അതായത് എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞത് ചെറിയ അൾട്രേഷൻ ഒന്നുമില്ല, സബ്സ്റ്റാൻഷ്യൽ ആണ്. സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു വർക്കായിട്ട് തന്നെയാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദ കോൺട്രാക്ടർ വിൽ ട്രീറ്റ് ആസ് എ സെപ്പറേറ്റ് കോൺട്രാക്ട്.
അതായത് സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊടുത്തതിന് പുറമെ അത് കുറച്ചും കൂടെ നീളം കൂട്ടാനോ അല്ലാതെ ചെറിയൊരു ബീം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സബ്സ്റ്റാൻഷ്യൽ അല്ല. നേരെ മറിച്ച് അപ്പുറത്ത് നമ്മളെ കിച്ചൺ ഇങ്ങനെയല്ല, കിച്ചൺ ആദ്യം ചെറിയ സ്പേസ് ആയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി. അതുപോലെ തന്നെ കോണിയുടെ സ്റ്റെയർ കേസ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന രൂപം മാറ്റിയിട്ട് മറ്റു രൂപമാക്കി. അങ്ങനെ അത്യാവശ്യം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റാൻഷ്യൽ ആണ്. അങ്ങനെയെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊരു കോൺട്രാക്ട് ആയിട്ടായിരിക്കും കാണുക. അങ്ങനെയാണെങ്കിൽ അവിടെ സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. കോസ്റ്റ് ഓഫ് എക്സ്ട്രാ വർക്ക് സ്വാഭാവികമായിട്ടും അപ്പം എന്ത് ചെയ്യും, ആ കോൺട്രാക്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ കോൺട്രാക്ട് അക്കൗണ്ടിൽ എക്സ്ട്രാ പ്രൈസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇത് സെപ്പറേറ്റ് കോൺട്രാക്ട് ആണ്. അപ്പൊ സെപ്പറേറ്റ് കോൺട്രാക്ടിന് എന്താ ഉണ്ടാവുക, കോസ്റ്റുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ വരും, അതിന്റെ ഇൻകംസ് ആയിട്ടുള്ള എമൗണ്ടുകളൊക്കെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലും വരും. അത്രേ ഉള്ളൂ. ഇഫ് എക്സ്ട്രാ വർക്ക് ഈസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ, എക്സ്ട്രാ വർക്ക് സബ്സ്റ്റാൻഷ്യൽ അല്ല എന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് എക്സ്ട്രാ വർക്ക് വിൽ ബി ആഡഡ് ടു ദ എക്സ്പെൻസ് ഓഫ് ഒറിജിനൽ കോൺട്രാക്ട്. സിമിലർലി പ്രൈസ് എന്ത് ചെയ്യും, ആഡഡ് ടു ഒറിജിനൽ കോൺട്രാക്ട് പ്രൈസ്. അതായത് സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, 1,00,000 കോൺട്രാക്ട് അടുത്തിയത്, അല്ല സോറി, ഒരു 10,00,000 കോൺട്രാക്ട് അടുത്തത്, അവ 50,000 പണിയും കൂടെ ഏറെ വന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് പ്രൈസിൽ എന്ത് ചെയ്യും, 10,50,000 നെയ്തും. അതേപോലെ തന്നെ അതിന്റെ എക്സ്പെൻസ് എന്ത് ചെയ്യും, നമ്മുടെ ഡെബിറ്റ് സൈഡിൽ അതും കൂടെ എക്സ്പെൻസ് ആയി കാണിക്കും. നേരെ മറിച്ച് സബ്സ്റ്റാൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു എക്സ്ട്രാ വർക്ക് പോലെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ പുതിയൊരു കോൺട്രാക്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അതിൽ ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലും അതിന്റെ എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് സൈഡിലും വരും. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയേ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ്, ഇതിൽ നമ്മൾ ഇത് ചെയ്യാത്ത സാധനം ഈ ഒരു ഇതുണ്ടാവും. നിങ്ങളിപ്പം എന്താ പറഞ്ഞിരുന്നത്, മോർ ദാൻ വൺ അക്കൗണ്ട്. മോർ ദാൻ വൺ അക്കൗണ്ട് പറഞ്ഞാൽ 2 കോൺട്രാക്ട്. ഇതൊന്നും അങ്ങനെ, അതായത് 2 ഹൗസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും നമ്മളെ ഇതിൽ വരൂല. നമുക്ക് വേണമെങ്കിൽ നാളെ ഇതൊന്ന് ഡിസ്കസ് ചെയ്തിടാം. ഓക്കെ, പ്രിപ്പറേഷൻ മോർ ദാൻ വൺ കോൺട്രാക്ട് പറഞ്ഞാൽ ഒരേ സമയം ഒന്നാമത്തെ ഒരു കോൺട്രാക്ട് 2 വീട് എടുക്കുക. അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇതൊന്നും എക്സാമിന് പ്രതീക്ഷിക്കരുത്. ഞാനൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാന്നുള്ളവർക്ക് നമുക്ക് ഇതിനു വേണ്ടി ഒരു 20-25 മിനിറ്റ് നാളെ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മളെ മെയിൻ ആവശ്യമുള്ളത് കാര്യങ്ങൾ തീർക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് പോരാം. ഞാനിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്താണ്. കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാക്കുക. എടാ, ഞാനൊരു കോൺട്രാക്ട് ഒരാൾക്ക് കൊടുത്തു, എന്താണ്, എന്റെ വീട് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് ആക്കി തരണം. അപ്പൊ ഇതിനെന്താ, എങ്ങനെ കോൺട്രാക്ട്, വീട് എടുക്കാൻ എന്താണോ എന്റെ കോസ്റ്റ് ഉദാഹരണം വീടിന് 25 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ അതിന് ആ 25 ലക്ഷത്തിന്റെ ഒരു 20% എനിക്ക് എന്ത് ചെയ്യാം, അതായത് 5 ലക്ഷം രൂപ എനിക്ക് പ്രോഫിറ്റ് എടുക്കാം. ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് 3 ലക്ഷമാണ്, 30 ലക്ഷമാണ്. ഓക്കെ, ഈ രീതിയിലുള്ള കോൺട്രാക്ടിനാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. കോസ്റ്റ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അഡീഷണലി എക്സ്ട്രാ നമ്മളെടുത്ത് ഹിഡൻ ചാർജുകളൊന്നും വരൂല. കാരണം എന്താണ്, എല്ലാ കോൺട്രാക്ടർ അടുത്തുള്ള എല്ലാ അക്കൗണ്ടും നമുക്ക് വെരിഫൈ ചെയ്യാൻ ചാൻസ് കിട്ടും. കാരണം എന്താ, നമുക്ക് എന്താണോ കോസ്റ്റ്, ആ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ. അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്താണ്, ഒന്നുമില്ല. കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണോ അതിലേക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് കോൺട്രാക്ട് പ്രൈസ് പറയുന്ന കോൺട്രാക്ടിനാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇൻ സെർട്ടൻ ടൈപ്പ് ഓഫ് വർക്ക്, അത് എവിടെ നോർമലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്ത്, കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. അല്ലാത്ത സാഹചര്യം ഉണ്ട്. നോർമലി കോസ്റ്റ് എത്രയെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാത്ത സമയത്താണ് ഇങ്ങനെ ചെയ്യാറുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇൻ സെർട്ടൻ type of contract it may not be possible to estimate cost of work with reasonable degree of accuracy. കറക്റ്റ് അക്യുറേറ്റ് ആയതോട് കൂടെ 90% അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു 90-95%, അതാണ് റീസണബിൾ ഡിഗ്രി ഓഫ് അക്യുറസി എന്ന് പറയുന്നത്, ചെയ്യാൻ കഴിയുന്നില്ല. എപ്പോ, അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ഇൻ ടു കോൺട്രാക്ട്. അങ്ങനെ ചെയ്യാൻ റീസണബിൾ ആയിട്ട് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻ സച്ച് ടൈപ്പ് ഓഫ് വർക്ക് പാർട്ടീസ് വിൽ എൻറ്റർ ഇൻ ടു കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നോർമലി എന്ത് ചെയ്യുക, കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൽ പോവുക. അപ്പൊ എന്താണ്, ഇവിടെ നിന്നാണ് നമുക്ക് മെയിൻ സാധനം വേണ്ടത്. എന്താണ്, ഇൻ ദി ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ദ കോൺട്രാക്ടർ ഈസ് പെയ്ഡ് ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് പ്ലസ് സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. എന്താ കൊടുക്കുക,
കോൺട്രാക്ടർ ഈസ് പെയ്ഡ്, കോൺട്രാക്ടർ പേ ചെയ്യപ്പെടും, അതായത് കോൺട്രാക്ടർക്ക് പൈസ കിട്ടും. പാസീവ് വോയിസ് പോലെ കോൺട്രാക്ടർ ഈസ് പെയ്ഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് പ്ലസ് എ സർട്ടൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ എന്താ കിട്ടുക? കോസ്റ്റ് 1,00,000, അതിനൊരു 20%, അങ്ങനെ 20,000 പ്രോഫിറ്റ്, അങ്ങനെ അയാൾക്ക് എത്ര കിട്ടും? 1,20,000. കോൺട്രാക്ടർ ഈസ് പെയ്ഡ്, കോൺട്രാക്ടർ പേ ചെയ്യപ്പെടുന്നു എത്ര? 1,20,000. ആക്ച്വൽ കോസ്റ്റ് പ്ലസ് certain profit. Generally, it is provided in the agreement as to items of expense to be included in the actual cost. പിന്നെ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ വരിക, മറ്റു കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ് സാഹചര്യം? ഇതാണ് സാഹചര്യം പറയുന്നത്. എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രീഡിറ്റർമിൻ ആയിട്ട് റീസണബിൾ ആയിട്ട് എത്ര പൈസ വരും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യും? കോസ്റ്റ് പ്ലസ് സർട്ടൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് കൊടുക്കുന്ന കോൺട്രാക്ടിനാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിലുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ആർക്കൊക്കെ വരാം? കോൺട്രാക്ടർക്ക് വരാം, അതുപോലെ തന്നെ കോൺട്രാക്ടിക്കും അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് ഒന്നാമത്തത് കോൺട്രാക്ടറുടെ അഡ്വാൻറ്റേജ്. ഓക്കെ, കോൺട്രാക്ടറുടെ അഡ്വാൻറ്റേജ്, there is no risk of loss. ലോസിന്റെ റിസ്ക് ഇല്ല. കാരണം എന്താ? നമുക്ക് കോസ്റ്റ് എത്രയാണോ അതിൽ നിശ്ചിത പെർസെന്റേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരുമോ എന്നുള്ള പേടിയില്ല. മറ്റേത് അയാൾ ഒരു 10 ലക്ഷം രൂപ കോസ്റ്റ് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ചില കോൺട്രാക്ട് എടുത്തിട്ട് 11 ലക്ഷം ആയ 1 ലക്ഷം ആയൊക്കെ നഷ്ടമാണ്. അത് ആരും കോമ്പൻസേറ്റ് ചെയ്യാൻ പോണില്ല. എന്നാൽ നേരെ മറിച്ച് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ആണെങ്കിൽ 11 ലക്ഷം ആണെങ്കിൽ നമുക്ക് വീണ്ടും പ്രോഫിറ്റ് കൂടാ. 11 ലക്ഷത്തിന്റെ 20% കിട്ടും. ഓക്കെ, 2,20,000 കിട്ടും. അപ്പം കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഇല്ല, ലോസിന്റെ റിസ്ക് ഇല്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, കോൺട്രാക്ടർ നോസ് വെൽ ഇൻ അഡ്വാൻസ് ദ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഹി വിൽ ഗെറ്റ്. അയാൾക്ക് എത്ര പെർസെന്റേജ് കിട്ടും? 20%. ഇതിൽ എത്ര കോസ്റ്റ് വരുന്നത് അതിന്റെ 20% എനിക്ക് കിട്ടും എന്നുള്ളത് കോൺട്രാക്ടർക്ക് ആദ്യം തന്നെ അറിയാം. അത് കോൺട്രാക്ടർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ വേർ പ്രോബബിൾ കോസ്റ്റ് cannot be predicted in advance. അഡ്വാൻസ് ആയിട്ട് കോസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തടത്താണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അടുത്തത്, ഇറ്റ് സിംപ്ലിഫൈസ് ദ വർക്ക് ഓഫ് പ്രിപ്പയറിംഗ് ടെൻഡർ ആൻഡ് കൊട്ടേഷൻ. കാരണം എന്താ? ടെൻഡറും കൊട്ടേഷനും ഒക്കെ എപ്പോഴാണ് കൊടുക്കുക? കോൺട്രാക്ട് തുടങ്ങുന്നതിന് മുന്നേ കൊടുക്കുക. കോൺട്രാക്ട് തുടങ്ങുന്നതിന് മുന്നേ കൊടുക്കുന്നതാണ് ടെൻഡറും കൊട്ടേഷനും. പക്ഷെ ഇവിടെ എന്തില്ല? കോസ്റ്റ് പ്ലസ് ആയതുകൊണ്ട് തന്നെ ടെൻഡർ കൊട്ടേഷനും ആവശ്യമില്ല. മറ്റത് നമുക്ക് എത്രയാണ് കോൺട്രാക്ട് പ്രൈസ് എന്ന് അറിയാത്തതുകൊണ്ടാണ് ടെൻഡറും കൊട്ടേഷനും കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ടെൻഡറും കൊട്ടേഷനും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അതെന്താണ്? കോൺട്രാക്ടർക്ക് ഒരു ബെനിഫിറ്റ് ആണ്. നാലാമത്തെ പോയിന്റ് ഞാൻ പറയൂല, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കണക്ഷൻ ഉള്ളത്. ജനറലി പ്രൊവൈഡ്സ് എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസ് പ്രൊവൈഡ് ചെയ്യൽ എപ്പോഴാടാ? മെറ്റീരിയലിന്റെ വില കൂടുക, ലേബറിന്റെ വില കൂടുക, സർട്ടൻ പെർസെന്റേജ്, അങ്ങനെ വരുമ്പോ അതും കൂടെ തരണം എന്ന് പറയുന്നതാണ് എസ്കലേഷൻ ക്ലോസ്. കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് എസ്കലേഷൻ ക്ലോസ് വർക്ക് ആവുക? എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താ? എത്ര കോസ്റ്റ് ഉണ്ടെങ്കിലും ആ കോസ്റ്റ് ആര് കൊടുക്കും? ആ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ പിന്നെ അവിടെ എസ്കലേഷൻ ക്ലോസിന്റെ ആവശ്യമുണ്ടോ? എസ്കലേഷൻ ക്ലോസ് പറയുമ്പോൾ ഒരു ഫിക്സഡ് പ്രൈസ് പറഞ്ഞിട്ട് അതിൽ മെറ്റീരിയലിന്റെ ഒക്കെ ലേബറിന്റെ ഒക്കെ പൈസ കൂടുകയാണെങ്കിൽ അവിടെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എസ്കലേഷൻ ക്ലോസ്. അപ്പൊ ഇവിടെ എന്ത് എസ്കലേഷൻ ക്ലോസിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറയും, ആവശ്യമുണ്ടോ? കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൽ എസ്കലേഷൻ ക്ലോസിന്റെ ആവശ്യമുണ്ടോ? എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കോൺട്രാക്ട് പ്രൈസ് പറഞ്ഞു, ആ കോൺട്രാക്ട് പ്രൈസ് പറഞ്ഞിട്ട് യെസ് അങ്ങനെ വരുന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ അതിന്റെ ഒരു ലോജിക്ക് എന്താ മനസ്സിലായില്ല, ഓദർ എന്താ ഉദ്ദേശിച്ചതെന്ന്. അല്ലാതെ ഇപ്പൊ എനിക്ക് അതിൽ പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ പോയിന്റ് തെറ്റിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്തായിരിക്കും. പക്ഷെ എന്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൽ എസ്കലേഷൻ ക്ലോസിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എസ്കലേഷൻ ക്ലോസിന്റെ ലോജിക്ക് എന്താ? സാധാരണ ഒരു കോൺട്രാക്ട് പ്രൈസ് ഇടുന്നത്, അവിടെ എന്ത് ചെയ്തു? എല്ലാവരും പ്രശ്നങ്ങൾ. അപ്പൊ കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് ഇട്ടതിന് ശേഷം ഒരു പ്രൈസ് ഫിക്സ് ചെയ്തതിനു ശേഷം അവിടെ മെറ്റീരിയലിനോ ലേബറിനോ വില കൂടുകയാണ്. അങ്ങനെ കൂടുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് എസ്കലേഷൻ ക്ലോസ്. ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൽ ഓൾറെഡി കോസ്റ്റ് എന്താണോ ആ കോസ്റ്റിലേക്ക് നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ പിന്നെ അവിടെ എസ്കലേഷൻ ക്ലോസിന്റെ ആവശ്യം മനസ്സിലാവുന്നില്ല. ഓദർ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ടു കോൺട്രാക്റ്റിക്കുള്ള അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ദ കോൺട്രാക്ട് വിൽ നോട്ട് സഫർ റിസ്ക് ഓഫ്
സഫർ, കോൺട്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, കോൺട്രാക്ട് വിൽ ആൾസോ നോട്ട് സഫർ റിസ്ക് ഓഫ് ലോസ്. എക്സ്ട്രാ ലോസ് വരുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യൂല, വരൂല. ഏറെ കോൺട്രാക്ട് ചെയ്തിട്ട്, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആ പോയിന്റ് ഒന്ന് വായിക്കാം. എന്താണ്, ദ കോൺട്രാക്ട് വിൽ ആൾസോ നോട്ട് സഫർ ഫ്രം റിസ്ക് ഓഫ് ലോസ്. അതെങ്ങനെ, ഒരു മിനിറ്റ്, ആൻസർ എന്ത്, ഓക്കെ, അതിലേക്ക് ഇടാം, ആഡ് ചെയ്തിടാം. അങ്ങനെ ആക്കാം. ഓക്കെ, സോറി, ഒരു അർജന്റ് കോൾ ആയിരുന്നു, കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ദ കോൺട്രാക്ട് വിൽ ആൾസോ നോട്ട് സഫർ ഫ്രം റിസ്ക് ഓഫ് ലോസ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാള്, നമുക്ക് ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ, സാധാരണ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകൾ, നാട്ടിലുള്ള കാര്യങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ, ഒരു 2 കൊല്ലമൊക്കെ ആകുമ്പോൾ നാട്ടിലെ ടേംസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ സാധാരണ കടയിൽ പോയാൽ പോലും ഈ അത്യാവശ്യം നല്ല പോഷായിട്ട് കാണുന്ന ആളുകളെ നോർമലി ഈ ചെറിയ ചെറിയ സാധനങ്ങളിൽ പോലും നല്ല വില പറഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ അവര് 2 റിയാല് 3 റിയാല് എന്ന് പറയുമ്പോൾ ആ 40 റുപ്യയിലോ 50 റുപ്യയിലോ ആ ചിന്തയിലാണ് ഉണ്ടാവുക. അപ്പൊ ആ സാധനം എന്ത് ചെയ്യും, ഇതേ രീതിയിൽ 25 റുപ്യന്റെ സാധനത്തിന് അത് 40 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പറ്റിക്കപ്പെടും. ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട് ഗൾഫുകാർ അവരുടെ ഗൾഫിൽ നിന്നല്ല പുറത്തുനിന്ന് വരുന്ന നാട്ടിലെ ആ ഒരു ടേംസ് ഇങ്ങോട്ട് പരിചയമാവുന്ന ആ ഗ്യാപ്പിൽ. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ കോൺട്രാക്ടിന്റെ കാര്യത്തിലും ഒരു പരിചയമില്ലാത്ത ആളെ കൂടുതൽ എന്ത് ചെയ്യുക, വലിയ കോൺട്രാക്ട് പ്രൈസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആളെ ലോക്കാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടിക്ക് അതായത് കോൺട്രാക്ട് കൊടുത്ത വ്യക്തിക്ക് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് വൗച്ചറുകളൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ പ്രോഫിറ്റ് മറ്റാൾ കിട്ടുന്ന നമുക്ക് അർഹിക്കപ്പെടാത്ത അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈ ഒരു പോയിന്റ്, ദ കോൺട്രാക്ട് വിൽ ആൾസോ നോട്ട് സഫർ ഫ്രം റിസ്ക് ഓഫ് ലോസ്. ഈ പോയിന്റ് മനസ്സിലായോ അല്ലേ എന്ന് പറയും. എക്സ്ട്രാ കോട്ട് ചെയ്തിട്ട് ആളെ പറ്റിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം എന്താ, കോസ്റ്റ് എത്രയാണോ പ്ലസ് എന്താണ് പ്രോഫിറ്റ് ആണ്. ഈ കോസ്റ്റ് എത്രയെന്ന് നോക്കാൻ, അത് വെരിഫൈ ചെയ്യാനും വൗച്ച് ചെയ്യാനും നമുക്കും കൂടി എന്തുണ്ട്, അർഹത ഉണ്ട്. അത് ഇവിടെ വേറൊരു പോയിന്റ് ആയിട്ട് തന്നെ വരും, എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അയാൾക്ക് എക്സ്ട്രാ ലോസ് വരുന്ന ഒരു സാഹചര്യം എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തത് പ്രൈസ് എന്താണ്, ബേസ്ഡ് ഓൺ ആക്ച്വൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് കോൺട്രാക്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയി പറയുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് ഡസ് നോട്ട് സഫർ. അതെന്തുകൊണ്ടാ, സാധാരണഗതിയിൽ ഇതിൽ ഒരു അഡ്വാൻറ്റേജ് നോക്കാം, കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് കൂടുന്നതാ ലാഭം. എങ്ങനെ, 1,00,000 രൂപയാണ് കോസ്റ്റ് എന്ന് കരുതുക. അപ്പൊ അതിന്റെ 20% 20,000 രൂപ വെച്ചിട്ട് 1,20,000 ആയിരിക്കും അയാൾക്ക് കിട്ടുന്ന കോൺട്രാക്ട് പ്രൈസ്. ഇനി കോസ്റ്റ്
1,50,000 ആയി നേരുക സെയിം വർക്കിന്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30,000 രൂപയാണ്. അപ്പൊ അയാളെ പ്രോഫിറ്റ് വീണ്ടും കൂടാണ്. 1,80,000 കോൺട്രാക്ട് പ്രൈസ് ആയി മാറി. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ലോക്കൽ മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്കിന്റെ ക്വാളിറ്റി ഒരിക്കലും ഒരു സഫർ ചെയ്യാൻ റെഡി ആവില്ല. കാരണം എന്താ? കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചാണ് അവർക്ക് എന്ത് പ്രോഫിറ്റ് ഉള്ളത്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയി തോന്നുന്നുണ്ടെങ്കിലും ഡിസഡ്വാൻറ്റേജിൽ ഇത് വരും. കാരണം എന്താ? ഇവര് അനാവശ്യമായിട്ട് പ്രൈസ് കോസ്റ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. ഡിസഡ്വാൻറ്റേജ് വരും. പക്ഷെ ഇവിടെ നമ്മൾ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ത് ചെയ്യൂല, ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യൂല. അതായത് സാധാരണ പറയൽ എന്താ? സാധാരണ സിമെന്റിനൊക്കെ ഒരു റേഷ്യോ ഉണ്ടാവും. ഇത്ര ചാക്ക് സിമെന്റിന് എന്ത് ചെയ്യണം, ഇത്ര മെറ്റൽ ഇടണം, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി കോൺക്രീറ്റ് ഉണ്ടാക്കാൻ 6 ചാക്ക് സിമെന്റ്, അതുപോലെ തന്നെ ഇത്ര എംസാൻഡ്, ഇത്ര എന്താണ് എന്തായാലും പറയാ ആ കരിങ്കല്ല് ചെറിയ പൊട്ടിച്ചിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം കൂടെ ഇത് 6 എന്നുള്ളത് 4 ആക്കി അത്രയും ലാഭമല്ലേ അവർക്ക്. അങ്ങനെ ക്വാളിറ്റീനെ എന്ത് ചെയ്യാൻ പറ്റൂല, കോംപ്രമൈസ് ചെയ്യൂല എന്നുള്ളത് ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൽ ഒരു ബെനിഫിറ്റ് ആണ്. മറ്റേത് എന്താണ്? മറ്റേത് നമ്മൾ എത്ര ഓൾറെഡി ഒരു ഫിക്സ് ചെയ്ത ഇതുണ്ട്. അപ്പൊ അവിടെ പോലെ എന്ത് ചെയ്യും, മാക്സിമം കോംപ്രമൈസിന് പോകും. കുറഞ്ഞ രീതിയിൽ ചെറിയ നല്ല സിമെന്റ് വാങ്ങൂല, നല്ല കമ്പനീന്റെ സിമെന്റ് വാങ്ങൂല. പിന്നെ അതുപോലെ തന്നെ അയൺ ബാർ കമ്പികൾ ഉണ്ടാവും. കമ്പികൾ നല്ല അത്യാവശ്യം ടാറ്റിന്റെ ഒക്കെ പോലെയാണെങ്കിൽ ഒരു 70, 75, 80 രൂപ റേഞ്ചാണ്. എന്നാൽ സാധാ സൂര്യ പോലത്തെ വരുന്നൊക്കെ ആണെങ്കിൽ 62 രൂപയാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ സാധനം വരുമ്പോൾ അവർ നല്ലത് വാങ്ങി നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. എന്ത് വെരിഫൈ ചെയ്യാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെന്റും കോൺട്രാക്ടർ വെരിഫൈ ചെയ്യാൻ കോൺട്രാക്ടിക്ക് പറ്റും എന്നുള്ളതാണ്. കോൺട്രാക്ട് ക്യാൻ എൻഷുർ ദ റീസണബിൾ പ്രൈസ് ഓഫ് കോൺട്രാക്ട് ബൈ ബീങ് എൻടൈറ്റിൽ ടു എന്താണ്, ടു വെരിഫൈ. അയാൾ വെരിഫൈ ചെയ്യാൻ അയാൾക്ക് അർഹത ഉണ്ട്. അതായത് കോൺട്രാക്ടിക്ക് വെരിഫൈ ചെയ്യാൻ അർഹത ഉണ്ട്. എന്ത്? ബുക്സും ഡോക്യുമെന്റും. ആരുടെ? കോൺട്രാക്ടറുടെ. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജ് പറഞ്ഞത്? ഒന്ന്, അയാൾക്ക് എക്സ്ട്രാ ലോസ് വരുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ കഴിച്ചിലാവുന്നുണ്ട്. രണ്ടാമത്തത്, ആക്ച്വൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഇടുന്നത്. തോന്നിയ വിലയല്ല, ഒരു തോന്നുന്ന വിലയല്ല, ആക്ച്വൽ കോസ്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്താണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, നോർമലി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. പിന്നെ എന്ത് ചെയ്യൂല, ക്വാളിറ്റി കോംപ്രമൈസ് വരൂല, ക്വാളിറ്റി വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അടുത്തത്, കോൺട്രാക്ട് പ്രൈസ് റീസണബിൾ ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെന്റും വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? കമന്റ് ചെയ്യും. അഡ്വാൻറ്റേജസ് ടു കോൺട്രാക്ട് ഓക്കെ ആണോ അല്ലേ? യെസ്, ഓക്കെ. അടുത്തത് എന്താണ്? ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് ടു കോൺട്രാക്ടർ. കോൺട്രാക്ടർക്ക് ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ അയാൾക്ക് എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൈസ് ചേഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്ന് എക്സ്ട്രാ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയൂല. ഓക്കെ, എന്താണ്? മെറ്റീരിയലിന്റെ വില അയാൾ കോൺട്രാക്ട് കോട്ട് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിന്റെ വില ഒരു 80 രൂപ എന്ന് കരുതുക. അത് ഒറ്റയടിക്ക് എന്തെങ്കിലും പ്രത്യേക കാരണത്താല് മെറ്റീരിയലിന്റെ വില വളരെ താന്നിട്ട് ഒരു 60 രൂപക്കായി. ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. കൊറോണ സമയത്ത്, ഞാൻ വീണ്ടും പറയുന്നു, കൊറോണ സമയത്തൊക്കെ ഇതേ അയൺ ബാറിന് ഞാൻ നേരത്തെ 62 എന്നൊക്കെ പറഞ്ഞ 109 രൂപക്ക് എത്തിയിരുന്നു. അത് വീണ്ടും താന്നതാ. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിൽ അയാൾ കോട്ട് ചെയ്യുന്ന സമയത്തുള്ള ഫേവറബിൾ കണ്ടീഷൻ എന്ത് ചെയ്യാണ്, അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയൂല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇഫ് ദ കോസ്റ്റ് റെഡ്യൂസ്, അയാളുടെ എഫിഷ്യൻസിന്റെ കാരണത്താൽ ഒരാൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വേസ്റ്റേജ് ഒന്നും വരുത്താതെ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറയും. സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറയില്ലേ? ഒരാൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് സ്വാഭാവികമായിട്ടും കുറയും. അങ്ങനെ കോസ്റ്റ് കുറഞ്ഞാൽ കോസ്റ്റിന്റെ നിശ്ചിത പെർസെന്റേജ് അല്ലേ അയാൾക്ക് പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറഞ്ഞ അയാൾക്ക് പ്രോഫിറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരാൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഉടായ്പായിട്ട് വർക്ക് ചെയ്തല്ല പറഞ്ഞ കേട്ടോ, വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് സ്വാഭാവികമായിട്ടും കുറയും. അല്ലെ? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. വീട്ടില് ചില ആളുകള് വീട്ടിൽ അടുക്കള കയറി കഴിഞ്ഞാല് എണ്ണയും, നമ്മൾ ഒരു ദിവസത്തിന് ഒരു മാസത്തിന് ഉപയോഗിക്കുന്ന എണ്ണ പല ആളുകളും ഒരു ദിവസം കൊണ്ട് തീർക്കും. ഉപ്പ് തീർക്കൂല, പക്ഷെ മുളക് മറ്റു സാധനങ്ങൾ വാരി വലിച്ചെറിഞ്ഞ് ആകെ നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ തന്നെയാണ് അടുക്കള കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, അത്ര നമുക്ക് ഇതുണ്ടാവില്ല. നമ്മളത് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സെയിം രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതേ സാധനം
ഒരു എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ കോസ്റ്റ് കുറച്ചാ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യും? കാരണം എന്താ പ്രോഫിറ്റ് കുറയാൻ കാരണം എന്താ? കോസ്റ്റിന്റെ സെർട്ടൈൻ പെർസെന്റേജ് ആണ് എന്ത് പ്രോഫിറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ പ്രോഫിറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഇഫ് ദ കോസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു എഫിഷ്യൻസി ഓഫ് കോൺട്രാക്ടർ, കോൺട്രാക്ടറുടെ എഫിഷ്യൻസി കാരണത്താൽ കോസ്റ്റ് കുറഞ്ഞാൽ ഹിസ് പ്രോഫിറ്റ് ആൾസോ റെഡ്യൂസ്ഡ്, അയാളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് ഇത് എന്തുകൊണ്ടാ? പ്രോഫിറ്റ് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ പെർസെന്റേജ് ഓഫ് കോസ്റ്റ്, കോസ്റ്റിന്റെ ഒരു പെർസെന്റേജ് ആണ്. ഓക്കെ, പിന്നെ ഡിസ്പ്യൂട്ടിന് സാധ്യത ഉണ്ട്. ഇത് കോസ്റ്റ് അല്ല, അത് കോസ്റ്റ് അല്ല, കോസ്റ്റ് കൂട്ടിയോട് തന്നെ പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്യൂട്ടിന് സാധ്യത ഉണ്ട്. അതും മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്നാമത് പറഞ്ഞു, അയാൾക്ക് മാർക്കറ്റിൽ വരുന്ന ഫേവറബിൾ കണ്ടീഷന്റെ കാരണത്താൽ അയാൾക്ക് എക്സ്ട്രാ കിട്ടേണ്ട പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് കിട്ടാതെ പോകുന്നുണ്ട്. രണ്ടാമത്തത്, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും ഒരു കോൺട്രാക്ടർ. അങ്ങനെ റെഡ്യൂസ് ഇത് കഴിഞ്ഞാൽ അയാളെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നഷ്ടമാണ് ഇത്. പിന്നെ എന്തുണ്ടെന്ന് അറിയോ? കോൺട്രാക്റ്റിൽ പലർക്കും ക്ലോസ് വെക്കാറുണ്ട്. ഈ ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ക്ലോസുകളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ കുറച്ച് പറയണല്ലോ, അതാണ്. മാർക്കറ്റിൽ അതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. ഇനി നോക്കുക അടുത്ത എന്താണ്? ഡിസഡ്വാൻറ്റേജസ് ടു കോൺട്രാക്ടി. കോൺട്രാക്റ്റിക്കുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് ദ കോൺട്രാക്ടി ഹാസ് ടു പേ മോർ ഇൻഎഫിഷ്യൻസി, മോർ ഫോർ ഇൻഎഫിഷ്യൻസി. ഇൻഎഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ ചെയ്യുക? കോസ്റ്റ് കുറയില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഎഫിഷ്യൻസിക്ക് അധികം പേ ചെയ്യണം. അതായത് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ 1,00,000 രൂപക്ക് തീർത്തു, മറ്റാൾ എന്ത് ചെയ്യണം? 1,50,000 തീർത്തു. ഇയാൾക്ക് പ്രോഫിറ്റ് എത്ര കൊടുത്താൽ മതി? 20,000 കൊടുത്താൽ മതി. ഇയാൾക്ക് പ്രോഫിറ്റ് എത്ര കൊടുക്കണം? 30,000 കൊടുക്കണം. അപ്പൊ ഇൻഎഫിഷ്യൻസിക്ക് കൂടുതൽ പേ ചെയ്യണം. അതൊരു പോരായ്മയാണ്. കോൺട്രാക്ടറുടെ ഇതെങ്ങനെ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഈ ഓഫ് ദ കോൺട്രാക്ടർ പിന്നെ വന്നു? ഈ കോമയിലുള്ളത് മാറ്റി നിർത്തിയിട്ട് വായിക്കാം. എന്താണ്? ദ കോൺട്രാക്ടി ഹാസ് ടു പേ മോർ ഫോർ ഇൻഎഫിഷ്യൻസി ഓഫ് ദ കോൺട്രാക്ടർ ഇഫ് എനി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയില്ലേ, എന്തെങ്കിലും ഇൻഎഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അത് കോൺട്രാക്ടറുടെ ഇൻഎഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പേ ചെയ്യാം. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് കനോട്ട് ബി അസർട്ടൈൻഡ് ഇൻ അഡ്വാൻസ്. നേരത്തെ തന്നെ നമുക്ക് എത്ര ചെലവ് വരും എന്ന് അറിയാൻ പറ്റൂല എന്നുള്ളത് ഒരു പോരായ്മയാണ്. നേരത്തെ തന്നെ എത്ര കോസ്റ്റ് വരും എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? അറിയാൻ പറ്റൂല അല്ലെ? അറിയാൻ പറ്റാത്ത കോൺട്രാക്റ്റിലാണ് കോസ്റ്റ് പ്ലസ് എടുക്കുക എന്ന് പറഞ്ഞില്ലേ. നമുക്ക് ആദ്യം തന്നെ അറിഞ്ഞാൽ അതിനനുസരിച്ച് വരുമാനങ്ങളൊക്കെ സെറ്റ് ചെയ്യാലോ. അതൊന്നും കഴിയൂല. അതിനനുസരിച്ച് ഫണ്ട് മാനേജ്മെന്റ് നടത്താൻ കഴിയൂല. അതൊക്കെ ഇതിലൊരു പോരായ്മയാണ്. ദർ ഈസ് എ ചാൻസ് ഓഫ് മിസ്യൂസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ ബൈ കോൺട്രാക്ടർ. കോൺട്രാക്ട് ഉടായ്പ കാണിച്ചാൽ നല്ല സാധ്യത ഉണ്ട്. ഇന്ന് 5 ലേബർ വന്നിട്ടുള്ളൂ, അപ്പൊ പറയാണ് ഇന്ന് 7 ലേബർ ഉണ്ട്, നമ്മൾ ആരോടെ നോക്കാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ? മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് മെറ്റീരിയൽ അടുത്ത സൈറ്റിൽ ഇറക്കാനും അതിന് കള്ളബില്ല് കൊണ്ടുവരാനൊക്കെ സാധ്യത ഉണ്ട്. അതൊക്കെ കോൺട്രാക്റ്റിക്കുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത്രയും കാര്യങ്ങളോ. എസ്കലേഷൻ ക്ലോസും ഡിസ്കലേഷൻ ക്ലോസും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റെഡി അല്ലേ? ഓക്കെ ആണോ അല്ലേ? ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ഇതുണ്ട്, എന്താണ്? 2 കോൺട്രാക്ട്. ഇതൊന്നും എക്സാമിന് ചോദിക്കണമല്ല, നമ്മൾ കൺസെപ്റ്റ് പറയാന്നുള്ളവർക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഒരു 10-25 മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ പുതിയ ക്ലാസ്സും പുതിയതും യൂണിറ്റ് കോസ്റ്റിംഗിലേക്കൊക്കെ പോകും. യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. കോസ്റ്റ് ഷീറ്റ് ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് അതൊന്നും ഒരു വലിയ വിഷയമല്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കോസ്റ്റ് ഷീറ്റ് എക്സാമിന് ഒന്നെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഞാൻ കുറെ 5 മാർക്ക് 10 മാർക്ക് അറിഞ്ഞില്ലേ? 10 മാർക്കിന് essay 4 ഉണ്ടാവില്ലേ? ഇതിലേതെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് തീരുമാനമാക്കാം ഏത് essay വരും, ഏത് 2 മാർക്കിന് വരും, ഏത് 5 മാർക്കിന് വരും. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, റെഡി. എന്താ